കോൺഗ്രസിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ തന്നെ ഒഴിവാക്കപ്പെട്ട പി.ജെ. ജോസഫ് വിഭാഗത്തിനെ കൂടെ ചേർത്ത് കരുതലിന്റെ മുന്നണി സമവാക്യത്തിന്റെ പുതിയ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം പറഞ്ഞു ജോസ് കെ മാണി പറയുകയാണ് പി.ജെ. ജോസഫിനോട്, എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങണം? അതികായനായ നിങ്ങൾ, കേരള രാഷ്ട്രീയത്തിൽ എന്നും മുന്നിൽ നിന്ന് നയിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾ, നിങ്ങളുടെ MLA മാർ, നിങ്ങളുടെ പാർട്ടിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് മുഴുവനും കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞു വോട്ട് പിടിച്ച നേതാവായി വന്ന ജോസഫ് സാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിന്റെ അതികായൻ എന്തിനാണ് ഇനി UDF-ൽ കടിച്ചു തൂങ്ങുന്നത് എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചെയർമാനായ ജോസ് കെ മാണി വെട്ടിത്തുറന്നു പറയുകയാണ്. മതി, നിർത്തിക്കോ, നിങ്ങൾക്ക് ഇടതുപാളയത്തിലേക്ക് വരാം. എന്റെ അച്ഛനായ KM മാണിയെയും എന്നെയും ഒക്കെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളെ കൊണ്ട് മൂടിയപ്പോ മുന്നണി സമവാക്യത്തിന്റെ മര്യാദകൾ ഓരോ സമയത്തും വേണ്ട വിധം ചേരാത്ത വിധം ചേർക്കുന്ന കോൺഗ്രസിന്റെ മുന്നേ കൂട്ടിയുള്ള പ്ലാനുകളുടെ ഭാഗമായാണ് ഒരു കാലത്ത് എനിക്കും എന്റെ അച്ഛനും ജോസ് കെ മാണി വിഭാഗത്തിനും ഇന്ന് ഇടതിനോട് ചേർന്ന് നിൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ഇടതിന്റെ രാഷ്ട്രീയം കരുതലിന്റെ രാഷ്ട്രീയമാണ്, സമവാക്യങ്ങളെ മുന്നണി മര്യാദകളെ എന്നും ചേർത്തു നിർത്തുന്നതാണ് എന്ന് പറഞ്ഞ് ജോസ് കെ മാണി ജോസഫ് സാറിനെ വിളിക്കുകയാണ്. ഈ വിളിയിൽ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം ഇന്ന് 10 സീറ്റിൽ മത്സരിക്കാൻ തയ്യാറായി നിന്ന ജോസഫിനെയാണ് സതീശനും കൂട്ടരും വെട്ടി 4ലേക്ക് ചുരുക്കിയിരിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗം കൃത്യമായി തന്നെയാണ് ഇടപെടലുകൾ അതിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, ജോസഫ് വിഭാഗത്തിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് VD സതീശൻ മുഖത്തു നോക്കി പറഞ്ഞത്, UDF മുന്നണി മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് 100% എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന്. ജോസഫ് സാറിനെ വിളിക്കുകയോ കാണുകയോ ഇരിക്കുകയോ ചെയ്യാതെ 10ൽ നിന്ന് 4ലേക്ക് വെട്ടിച്ചുരുക്കിയ നിലപാടെടുത്തിട്ടും സതീശൻ എന്ന് പറയുന്ന ഒറ്റയാന്റെ മുഖത്തടിച്ചുള്ള പ്രയോഗമാണ് ജോസഫ് സാറിനെതിരെ വന്നു വീണത് എന്നും കേരള രാഷ്ട്രീയം ഇന്നലകളിൽ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ജോസ് കെ മാണി വിഭാഗത്തിനൊപ്പം ജോസഫ് കൂടി ഇടതുപാളയത്തിലേക്ക് എത്തുമ്പോ വീണ്ടും ശക്തമാകുന്ന ഇടതു മുന്നണിയെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. തൊടുപുഴ അടക്കമുള്ള, കടുത്തുരുത്തി അടക്കമുള്ള, എന്തിനേറെ പറയുന്നു ഇടുക്കിയും തൃക്കരിപ്പൂരും അടക്കം ഒരുപക്ഷെ ഇടതുപാളയത്തിലേക്ക് വീണ്ടും ചേർന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഈ വലിയ മുന്നണി സമവാക്യത്തോടെ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള അടിയാണ് സതീശന് കിട്ടിയിരിക്കുന്നത് എന്ന് ഏതൊരു സാമാന്യബോധമുള്ളവർക്കും പറയാൻ കഴിയും ജോസ് കെ മാണി എടുത്ത ഈ നിലപാട് കാണുമ്പോൾ.